ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മളങ്ങനെ വീണ്ടും ഒരു ട്രാവൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ കിടക്കുന്ന ട്രെയിനാണ് നമുക്ക് പോകാനുള്ളത്. കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്. ഇത് രാവിലെ ഇവിടെ കൊല്ലത്തെത്തിയതാണ്. ഇനി ഈ ലോക്കോ മാറ്റിയിട്ട് വേറെ ലോക്കോ ആണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. ട്രെയിനിൻ്റെ ബോർഡ് ഇവിടെ കാണാം. കൊല്ലം എക്സ്പ്രസ് എന്നാണ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. 16102. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണിത്. ഇതിൻ്റെ സ്ലീപ്പറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആദ്യം നമുക്ക് പോയി ഇതിൻ്റെ ലോക്കോമോട്ടീവ് ഒന്ന് കണ്ടിട്ട് വരാം. നേരത്തെ അവിടെ കണ്ട അതായിരിക്കത്തില്ല, വേറെ WP4 തന്നെ ആയിരിക്കും, പക്ഷേ വേറെ ആയിരിക്കും. ഈ റോഡിൻ്റെ തന്നെ മറ്റൊരു WP4 ആണ് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സിന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ റൂട്ടിൽ പോകുന്ന ട്രെയിനൊക്കെ ഡീസലായിരുന്ന സമയത്ത് ഞാൻ ഈ ട്രെയിനിൽ ഒരു വട്ടം പോയിരുന്നു, ആര്യങ്കാവ് വരെ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റേഷൻ്റെ ഫുള്ളൊരു വ്യൂ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ട്രെയിൻ ഇലക്ട്രിക് ആയതിനു ശേഷം ഞാൻ ഈ ട്രെയിനിൽ പോയിട്ടില്ല. അതിരേ ഗുരുവായൂരിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിനിൻ്റെ വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചെങ്കോട്ട വരെ ഡോറിനടുത്തുള്ള സീറ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത്. S7-ലെ 71, ഈ കാണുന്ന സൈഡിൽ ഓവർ. ഒരു ദിവസം മുമ്പാണ്, ഞാൻ ഇന്നലെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ചെങ്കോട്ട വരെയൊക്കെ ഇഷ്ടംപോലെ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ ട്രെയിന് കൊല്ലത്തുനിന്ന്. കണ്ടോ, ഇപ്പോൾ തന്നെ അധികം ആൾക്കാരൊന്നും കൊല്ലത്തുനിന്ന് കയറിയിട്ടില്ല. കോച്ചിൽ അങ്ങേ അറ്റത്ത് കുറച്ച് പേരേ ഉള്ളൂ. ഇവിടെ കൊല്ലത്തെ മെമുവിൻ്റെ ഒരു ഷെഡാണ്. മെമുവിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു മെമു കിടപ്പുണ്ട്. ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 3 കിടക്കുന്നത് കൊല്ലം ചെന്നൈ എഗ്മോർ അനന്തപുരി എക്സ്പ്രസ് ആണ് കേട്ടോ. അതിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അത് പോകുന്നത് തിരുവനന്തപുരം നാഗർകോവിൽ ടൗൺ വഴിയൊക്കെയാണ് കേട്ടോ. നമ്മുടെ ട്രെയിൻ പോകുന്നത് പുനലൂർ വഴി, ചെങ്കോട്ട തെങ്കാശി. ഇപ്പോൾ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച കോച്ചാന്ന് തോന്നുന്നു S7 കേട്ടോ. നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്. ഉള്ളിലകത്ത് മേളിലൊക്കെ പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച് നമുക്ക് കാണാൻ പറ്റും. S7 മാത്രമേ ഞാനങ്ങനെ കണ്ടുള്ളൂ, ബാക്കി കോച്ചിൻ്റെ കാര്യമൊന്നും നോക്കിയില്ല. MGR ചെന്നൈ സെൻട്രലിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് വന്ന മെയിൽ എങ്ങനെ കൊല്ലത്തേക്ക് വന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്കാണ് മെയിൽ വന്നത്. ചെന്നൈക്ക് പോകുന്ന 3 ട്രെയിനുകളാണ് ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. മെയിൽ ചെന്നൈയിൽ നിന്ന് വരുന്നതാണെങ്കിലും MGR ചെന്നൈ സെൻട്രൽ, തിരുവനന്തപുരം സെൻട്രൽ മെയിൽ. 3 ട്രെയിനും 3 റൂട്ടുകളാണ് പോകുന്നത്. ഇതിൽ പാലക്കാട്, കോയമ്പത്തൂർ ആ റൂട്ടാണ് പോകുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ പുറകെ പുനലൂർ റൂട്ടിലേക്ക് വരുന്ന ട്രെയിനാണ് ഗുരുവായൂർ മധുര എക്സ്പ്രസ്. നമ്മൾ 12 മണിക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ട്രെയിൻ അതിൻ്റെ പുറകെ തന്നെ വരുന്നതായിരിക്കും. 6328 ഗുരുവായൂർ മധുര എക്സ്പ്രസ്. അത് പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്കാണ് വരുന്നത്. നമ്മുടെ ട്രെയിൻ കിടക്കുന്നത് 1A പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ, പറയാൻ മറന്നുപോയി. കൃത്യം 12 മണിക്ക് തന്നെ നമ്മുടെ ട്രെയിൻ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ എടുക്കുകയാണ്. ഓൺ ടൈമിന് തന്നെ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കൊല്ലത്തുനിന്ന് എടുത്തു. നമ്മളങ്ങനെ ചെങ്കോട്ടയിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഈ ട്രെയിനിന് രാവിലെ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ലോക്കോ ഇല്ലേ, അതാണിത് കേട്ടോ. അതിന് ഗുരുവായൂർ മധുര എക്സ്പ്രസ്സിന് കൊടുക്കും. അപ്പോൾ 1A പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മുടെ ട്രെയിൻ അങ്ങനെ എടുത്തിരിക്കുകയാണ്. അടുത്ത ട്രെയിനിന് സ്റ്റോപ്പുള്ളത് കുണ്ടറയാണ്. സ്റ്റോപ്പുകൾ കുറവുള്ളൊരു ട്രെയിനാണ് കേട്ടോ. പുറകെ വരുന്ന മധുര എക്സ്പ്രസ്സിന് എല്ലായിടത്തും സ്റ്റോപ്പുണ്ട്. ഈ ട്രെയിനിന് സ്റ്റോപ്പ് കുറവാണ്. നമ്മുടെ ട്രെയിനിൻ്റെ കേരളത്തിലെ സ്റ്റോപ്പുകളൊക്കെയാണെന്ന് പറയാം. ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കുണ്ടറയാണ് സ്റ്റോപ്പുള്ളത്. കുണ്ടറ കഴിഞ്ഞാൽ പിന്നെ കൊട്ടാരക്കര കഴിഞ്ഞാൽ പിന്നെ ആവണീശ്വരം, പിന്നെ പുനലൂർ, തെന്മല, ആര്യങ്കാവ്. ഇത്രയും സ്റ്റോപ്പുകൾ ഈ ട്രെയിന് കേരളത്തിലുള്ളത്. ടോട്ടൽ 6 സ്റ്റോപ്പാണ് ഈ ട്രെയിനിന് കേരളത്തിലുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ തമിഴ്നാട്ടിൽ കയറുന്നതാണ്.
തമിഴ്നാട്ടിൽ ഈ ട്രെയിനിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പാണ് ചെങ്കോട്ട എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ചെങ്കോട്ട കഴിഞ്ഞാൽ പിന്നെ മെയിൻ സ്റ്റേഷനൊക്കെയാണെന്ന് പറയാം. തെങ്കാശി, രാജപ്പാളയം, വിരുദുനഗർ, മധുരൈ, ഡിണ്ടിക്കൽ, തിരുച്ചിറപ്പള്ളി, പിന്നെ വൃദ്ധാചലം, വിഴിപുറം, ചെങ്കൽപ്പെട്ട്, താമ്പരം. എല്ലാ സ്റ്റോപ്പൊന്നും ഞാൻ പറഞ്ഞില്ല, കുറച്ച് സ്റ്റോപ്പുകളുണ്ട് പറയാൻ. ഇങ്ങനെയൊക്കെയാണ് ട്രെയിൻ ചെന്നൈ എഗ്മോറിലേക്ക് എത്തുന്നത്. മെയിൻ സ്റ്റേഷൻസിൻ്റെ പേര് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. വേറെയും ഇടയ്ക്ക് കുറച്ച് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. കിളികൊല്ലൂർ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിന്ന് സ്പീഡ് ചെറുതായിട്ട് കുറഞ്ഞു ഇവിടെ എത്തിയപ്പോഴത്തേക്ക്. കിളികൊല്ലൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ട്രെയിൻ സ്കിപ്പ് ചെയ്യുകയാണ്. കൊല്ലം കഴിഞ്ഞിട്ട് ഈ റൂട്ടിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് കിളികൊല്ലൂർ എന്ന് പറയുന്നത്. പുറകെ വരുന്ന ട്രെയിനിനൊക്കെ ഇവിടെ സ്റ്റോപ്പുണ്ട്. മധുര എക്സ്പ്രസ്സിന് ഇവിടെ സ്റ്റോപ്പുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ കിളികൊല്ലൂർ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ചന്ദനത്തോപ്പ് എത്തിയിരിക്കുകയാണ്. ചന്ദനത്തോപ്പ് റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ പ്ലാറ്റ്ഫോം. ചന്ദനത്തോപ്പ് റെയിൽവേ സ്റ്റേഷനും ട്രെയിൻ സ്കിപ്പ് ചെയ്യുകയാണ്. അടുത്ത ഈ ട്രെയിൻ സ്റ്റോപ്പുള്ള റെയിൽവേ സ്റ്റേഷനാണ് കുണ്ട്ര. കുണ്ടറ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. കൊല്ലം കഴിഞ്ഞിട്ടുള്ള ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പാണ് കുണ്ടറ. പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്കാണ് ട്രെയിൻ വരുന്നത്. ഇവിടെ നിന്ന് കുറച്ച് പേരൊക്കെ കയറാറുണ്ട്. ഒരു പ്ലാറ്റ്ഫോമുള്ള മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ് കുണ്ട്ര ഈസ്റ്റ് കേട്ടോ. കുണ്ട്ര ഈസ്റ്റ് അങ്ങനെ സ്കിപ്പ് ചെയ്യുകയാണ്. ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കൊട്ടാരക്കര. ട്രെയിനിൻ്റെ രണ്ടാമത്തെ സ്റ്റോപ്പാണ് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ.
കൊട്ടാരക്കരയുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 ട്രെയിൻ വരുന്നത്. ഇവിടുന്ന് കുറച്ച് പേരൊക്കെ കയറാനുണ്ട്. നമ്മുടെ കോച്ചിൽ എൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പുനലൂരിൽ നിന്നാണ് കേട്ടോ കയറുന്നത്. ഇവിടെ നിന്നൊന്നും അധികം പേരില്ലെന്ന് പറയാം. കുരി എന്ന് പറഞ്ഞ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിപ്പോൾ സ്കിപ്പ് ചെയ്യും. കുരി റെയിൽവേ സ്റ്റേഷനാണ് സ്കിപ്പ് ചെയ്യുന്നത്. പുനലൂർ എത്തുന്നതിന് മുമ്പുള്ള ട്രെയിനിൻ്റെ സ്റ്റോപ്പാണ് ആവണീശ്വരം. ആവണീശ്വരത്തേക്ക് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ആവണീശ്വരം റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 2 ട്രെയിൻ വരുന്നത്. ഇവിടെ നിന്നും ആരും കയറാനില്ലെന്നാണ് തോന്നുന്നത്. അടുത്തത് പുനലൂർ റെയിൽവേ സ്റ്റേഷനാണ്. അവിടെ നിന്നാണ് നമ്മുടെ ട്രെയിനിൻ്റെ ബാക്കിൽ വേറെ ലോക്കോ ഒക്കെ അറ്റാച്ച് ചെയ്യുന്നത്. ഇതാണ് ആവണീശ്വരത്തിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 എന്ന് പറയുന്നത്. ആവണീശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ അങ്ങനെ എടുക്കുകയാണ്. അടുത്തത് പുനലൂർ. പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ ട്രെയിൻ കയറുകയാണ്. ഈ കിടക്കുന്ന ലോക്കോ ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ബാക്കിൽ അറ്റാച്ച് ചെയ്യുന്നത്. WDP-4D തന്നെ, ഗോൾഡൻ റോക്കിൻ്റെ. ഇപ്പോഴും ബാക്കിൽ അറ്റാച്ച് ചെയ്യുന്ന ലോക്കോ എന്ന് പറയുന്നത് ഡീസൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ പുനലൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ കയറുകയാണ്. പുനലൂർ മധുര എക്സ്പ്രസ്സാണ് വൈകിട്ട് ഇവിടെ നടക്കുന്നത്. അതിവിടെ കാണാം. കൊല്ലം തിരുവനന്തപുരം ആ വഴിയാണ് കേട്ടോ ഈ ട്രെയിൻ പോകുന്നത്. അവിടെ നടുക്കത്തെ ട്രാക്കിൽ കുറേ ഡീസൽ വെച്ചിട്ടുണ്ട് ഇതുപോലെ. ഇതാണ് പുനലൂരിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1. ഇവിടെ അത്യാവശ്യം പേരൊക്കെ ഇരിപ്പുണ്ട്, കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ട്. എൻ്റെ സീറ്റിന് അടുത്തുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് കയറി. എന്നാലും ഒരുപാട് പേരൊന്നും കയറാനില്ല, സ്ഥലമൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അങ്ങനെ പുറകിൽ വേറെ ലോക്കോ ഒക്കെ വെച്ചതിന് ശേഷം ട്രെയിൻ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പുള്ളത് തെന്മലയിലാണ്. അപ്പോൾ ഇനി നമ്മുടെ ട്രെയിൻ വളരെ പതുക്കെ മാത്രമേ പോകത്തുള്ളൂ. തമിഴ്നാട് എത്തുന്നത് വരെ പതുക്കെ പോകത്തുള്ളൂ. തെന്മലയ്ക്ക് മുമ്പ് എടമൺ, ഒറ്റയ്ക്കൽ ഇങ്ങനെയൊക്കെ റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ ഒന്നും ട്രെയിൻ സ്റ്റോപ്പില്ല, തെന്മലയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ പുറകെ വരുന്ന ട്രെയിനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണേലും ഇറങ്ങാം. ആ ട്രെയിൻ എല്ലായിടത്തും സ്റ്റോപ്പുണ്ട് കേട്ടോ.
പുനലൂർ റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോൾ തന്നെയാണ് ഈ പാലം വരുന്നത് കേട്ടോ. നമ്മൾ ആ പാലത്തിലേക്ക് കയറുകയാണ്. ഇവിടെ ആയിട്ടൊരു റോഡും കാണാം. ഇനി ട്രെയിൻ ഈ ഒരു സ്പീഡിൽ മാത്രമേ ആര്യങ്കാവ് കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങുന്നത് വരെ ഈ ഒരു സ്പീഡിൽ മാത്രമേ ട്രെയിൻ പോകത്തുള്ളൂ. നമ്മുടെ ട്രെയിനിൻ്റെ പുറകിൽ വെച്ചിട്ടുള്ള ഗോൾഡൻ റോക്കിൻ്റെ WDP-4D നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇഷ്ടംപോലെ വളവുകളൊക്കെ ഉള്ളൊരു റൂട്ടാണിത്. അപ്പോൾ നമുക്ക് എപ്പോഴും കാണാം. ചെങ്കോട്ട, തെങ്കാശി, അതുപോലെ മധുരൈ വരെയൊക്കെ പോകാനാണെങ്കിൽ ഈസി ആയിട്ട് ടിക്കറ്റ് കിട്ടുന്നൊരു ട്രെയിനാണിത് കേട്ടോ. ഈ റൂട്ടിൽ പോകാൻ ഈ ട്രെയിനിൽ അധികം ആളുകളൊന്നുമില്ല കേട്ടോ. തമിഴ്നാട്ടിൽ കയറിയതിന് ശേഷമാണ് പിന്നെ ഈ ട്രെയിനിൽ ആളുകൾ കയറുന്നത്. ഞാനീ ഉള്ള കോച്ചിൽ തന്നെ പുനലൂരിൽ നിന്ന് കയറിയ ആളുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ തെന്മലയിൽ നിന്നും ആര്യങ്കാവിൽ നിന്നും തന്നെ ആരും കയറാനില്ല ഈ ട്രെയിൻ. ഞാൻ നോക്കിയായിരുന്നു.
എടമൺ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്താറായിട്ടുണ്ട് കേട്ടോ. ഈ വളവ് തിരിഞ്ഞ് കയറുന്നത് എടമൺ സ്റ്റേഷനിലേക്കാണ്. അങ്ങനെ എടമൺ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഈ എടമൺ കഴിഞ്ഞിട്ടാണ് ഇനി ഒറ്റക്കൽ വരുന്നത്. ഒറ്റക്കലും കഴിഞ്ഞിട്ടേ ഉള്ളൂ തെന്മല. തെന്മലയിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഒത്തിരി വലിയ വലിയ വളവുകളൊക്കെ ഉള്ള റൂട്ടാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കയറ്റവുമാണിപ്പം. ഈ ട്രെയിനിൽ ചെങ്കോട്ട ഭാഗത്തോട്ടാണ് പോകുന്നതെങ്കിൽ ട്രെയിനിൻ്റെ റൈറ്റ് സൈഡിലിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല. റൈറ്റ് സൈഡിലാണ് വ്യൂ എല്ലാം ഉള്ളത്. ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോവുകയാണ്. കുറച്ചും കൂടെ പോകാനുണ്ട് നമ്മുടെ ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ എത്താൻ വേണ്ടിയിട്ട്. ഈ മരമൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഫ്രണ്ടിലത്തെ ആ ലോഗോ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് നോക്കുവാണ് ഞാൻ കുറേ നേരമായിട്ട്. അത് നമ്മൾ കൊല്ലത്തുനിന്ന് കണ്ടതാണല്ലോ. ഈ റോഡിൻ്റെ WP4 ആണ് നമ്മുടെ ട്രെയിനിനെ നയിക്കുന്നത്. ഇവിടെയൊക്കെ വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ട് മേളിലോട്ട് വീടുകളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയൊക്കെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ മണ്ണൊക്കെ എടുത്തിട്ടേക്കുന്നുണ്ടോ. ഇപ്പം നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിമ്മായിട്ട് കാണുന്നതല്ല. നല്ല വെയിലാണ്. അടുത്ത ഒരു ചെറിയ പാലം എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. നല്ല വെയിലാണ് ഇവിടെയെങ്കിലും കുഴപ്പമില്ല. ഇവിടെയൊക്കെ കാണാൻ നല്ല വ്യൂ ആണ്. ട്രെയിനിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റിലാണ് ഇങ്ങനെയുള്ള വ്യൂ ഒക്കെ ഉള്ളത്. ചെങ്കോട്ട സൈഡിലോട്ട് പോകുമ്പോഴാണ്. തിരിച്ച് നിങ്ങൾ പുനലൂരിലോട്ടാണ് പോകുന്നതെങ്കിൽ ലെഫ്റ്റ് ഇരിക്കുക. ട്രെയിൻ ഇപ്പോൾ ഒരു ടണലിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. അങ്ങനെ ടണലൊക്കെ വന്ന് തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്താണ് പരിപാടി എന്ന് എനിക്കറിയത്തില്ല. ടീച്ചർമാരും കുട്ടികളൊക്കെ ആണെന്ന് തോന്നുന്നു. അവർ അവിടെ നിന്നാണ്ടൊക്കെ പറയുന്നുണ്ട്, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒറ്റക്കൽ റെയിൽവേ സ്റ്റേഷൻ.
ഒറ്റക്കലിൻ്റെ ഒരു നെയിം ബോർഡ് ഇവിടെ കാണാം. ട്രെയിനിൻ്റെ പുനലൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പായ തെന്മലയിലേക്ക് എത്തിയിരിക്കുകയാണ്. തെന്മല റെയിൽവേ സ്റ്റേഷനിൽ 2 പ്ലാറ്റ്ഫോമാണുള്ളത്. തെന്മല ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ, അപ്പം ട്രെയിനിലധികം പേരൊന്നുമില്ല. ബസ്സിലൊക്കെ ആയിരിക്കും ആൾക്കാർ കൂടുതലും വരുന്നത്. ഇപ്പം സ്റ്റേഷനിൽ വരെ കാണാനൊന്നുമില്ല. പ്ലാറ്റ്ഫോം നമ്പർ 2-ലാണ് നമ്മൾ വന്നത്. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2. ഇവിടുന്ന് കുറച്ച് പേരൊക്കെ അപ്പുറത്തെ കോച്ചിലൊക്കെ കയറാനുണ്ട്. എൻ്റെ കോച്ചിലെ സംഭവം ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇവിടെ ഒന്നും ആരുമില്ല. അവിടെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമായിട്ടൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അല്ലാതെ നടുക്കത്തെ സീറ്റുകളിലൊന്നും ആരും തന്നെ ഇല്ല. കണ്ടില്ലേ, ഇവിടെ ഒന്നും ആരുമില്ല. എൻ്റെ സീറ്റുള്ളത് 71-ആണ്, ഡോറിൻ്റെ അടുത്താണ്. അവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട്. തെന്മല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ അങ്ങനെ എടുക്കുകയാണ്. അടുത്തത് കേരളത്തിൻ്റെ അവസാനത്തെ റെയിൽവേ സ്റ്റേഷനായ ആര്യങ്കാവ്, അവിടെയാണ് സ്റ്റോപ്പുള്ളത്. അതിന് മുമ്പ് കുറച്ച് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും കണ്ടോ, പ്ലാറ്റ്ഫോമിൽ കുറച്ച് കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. എന്താണ് സംഭവം നടത്തില്ല, ഒറ്റക്കല്ലിലും കണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ തെന്മല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് 13 കണ്ണറ പാലം വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ കൊല്ലം തെങ്കാശി റോഡൊക്കെ നമുക്ക് സൈഡിൽ കാണാം കേട്ടോ. അത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇപ്പം. ഇനി 2-3 ടണലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ 13 കണ്ണറ പാലം വരുന്നത്. അങ്ങനെ ഒരു ടണലിലേക്ക് ട്രെയിൻ കയറുകയാണ് ഇപ്പം. ഇതൊരു ചെറിയ ടണലാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ കഴിയും. ട്രെയിൻ അങ്ങനെ അടുത്ത ടണലിലേക്ക് കയറുകയാണ്. ഈ ടണൽ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാലം വരുന്നത്. സോ നമ്മുടെ 13 കണ്ണറ പാലം എത്തിയിരിക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് ഒരു രസമില്ല കേട്ടോ കാണാൻ. അവിടെ അപ്പുറത്തെ മലയൊക്കെ ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുന്നുണ്ട്. പാലത്തിൻ്റെ ഒരു വ്യൂ മാത്രമേ ഉള്ളൂ, അല്ലാതെ മുകളിലോട്ടൊന്നും ഒരു രസമില്ല കാണാൻ. എന്തായാലും ട്രെയിൻ ഈ പാലത്തിൽ കൂടെ പോകുന്ന കാണാൻ ഒരു രസമാണ്. അത് നോക്കിയാൽ മതി, വേറെ നോക്കണ്ട. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് നോക്കുമ്പോൾ പിന്നെയും കുറച്ചും കൂടെ ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. ഈ സൈഡ് കുറച്ചുകൂടെ കൊള്ളാം. പാലം കഴിഞ്ഞാൽ തന്നെ ഉടനെ നമ്മുടെ കഴുതുരുട്ടി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് എത്തും കേട്ടോ. അവിടെ സ്റ്റോപ്പൊന്നുമില്ല. കഴുതുരുട്ടി, ഇടപ്പാളയം, ന്യൂ ആര്യങ്കാവ്, ഈ 3 റെയിൽവേ സ്റ്റേഷനുകളും ഉണ്ട്. ആര്യങ്കാവ് എത്തുന്നതിന് മുമ്പ് അവിടെ ഒന്നും സ്റ്റോപ്പില്ല. കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ അങ്ങനെ സ്കിപ്പ് ചെയ്യുകയാണ്. ഇതാണ് കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ റോഡാണ്. റോഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്റ്റേഷനുള്ളത്. അടുത്തത് ഇനി ഇടപ്പാളയം റെയിൽവേ സ്റ്റേഷനാണ് സ്കിപ്പ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ന്യൂ ആര്യങ്കാവ്, അത് കഴിഞ്ഞിട്ട് ആര്യങ്കാവ്. ആര്യങ്കാവിലാണ് സ്റ്റോപ്പുള്ളത്. ഇടപ്പാളയം റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത്. സ്കിപ്പ് ചെയ്യുകയാണ്.
ഇതൊക്കെ ഒരു പ്ലാറ്റ്ഫോം മാത്രമുള്ള സ്റ്റേഷനുകളാണ്. ഇവിടെ ആയിട്ടാണ് ഇടപ്പാളത്തിൻ്റെ ബിൽഡിംഗ് ഒക്കെ വരുന്നത്. ഇടപ്പാളയം കഴിഞ്ഞിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ന്യൂ ആര്യങ്കാവ്. ന്യൂ ആര്യങ്കാവും ട്രെയിൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇവിടെ 2 ട്രാക്കൊക്കെ ഉണ്ട് കേട്ടോ. ക്രോസിംഗ് ഒക്കെ നടക്കുന്നത് ഇവിടെ വെച്ചായിരിക്കും. നമ്മുടെ ആര്യങ്കാവിലൊക്കെ എന്ത് കൊടുങ്കാറ്റോ. ആ പൊടിയെല്ലാം വന്ന് അകത്തോട്ടൊന്ന് അടിച്ച് കയറി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ആര്യങ്കാവിലൊക്കെ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ, ഒരു ട്രാക്കേ ഉള്ളൂ. ഇവിടെ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ, പക്ഷേ 2 ട്രാക്കുണ്ട്. അപ്പോൾ ട്രെയിൻ അങ്ങനെ വലിയൊരു വളവെടുക്കുകയാണ്. ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ ഏകദേശം എത്താറായിട്ടുണ്ട്. ഈ ട്രെയിൻ അങ്ങനെ ഇതിൻ്റെ കേരളത്തിലെ അവസാനത്തെ സ്റ്റോപ്പായ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഇവിടെ ജനറലി കയറാനുള്ള ആൾക്കാരൊക്കെയാണ് പ്ലാറ്റ്ഫോമിൻ്റെയും പുറത്തിറങ്ങി നിൽക്കുന്നത്. കുറച്ച് എന്തൊക്കെയോ വർക്കൊക്കെ നടന്നിട്ടുണ്ട് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ അവസാനമായിട്ട് വന്നപ്പം ഇവിടെ സൈഡിൽ മതിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ മതിലൊക്കെ വെച്ചിട്ടുണ്ട് ആര്യങ്കാവ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ട്രാക്കേ ഉള്ളൂ, ഇപ്പുറത്ത് പ്ലാറ്റ്ഫോം ഒന്നുമില്ലെന്ന്. ഇതാണ് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡ്. ആര്യങ്കാവിൽ നിന്ന് ട്രെയിൻ എടുക്കുകയാണ്. ഇനി അടുത്തതാണ് എനിക്ക് ഇറങ്ങാനുള്ള റെയിൽവേ സ്റ്റേഷൻ, തമിഴ്നാട്ടിലെ സെങ്കോട്ടൈ. ഈ സ്റ്റേഷനിൽ നോക്കുമ്പോൾ ആ മലയെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഇവിടാണ് ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിംഗ് ഒക്കെ വരുന്നത്. നല്ല റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെയൊക്കെ നോക്കാം കേട്ടോ, മരമൊക്കെ നിൽക്കുന്നുണ്ടോ. ഇപ്പം നമ്മളൊരു ടണലിൽ കയറുകയാണ്. ഈ ടണൽ കയറി ഇറങ്ങുന്നത് തമിഴ്നാട്ടിലോട്ടാണ് കേട്ടോ. അങ്ങനെ ടണലിറങ്ങി നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ തമിഴ്നാട്ടിൽ വരുന്നത്. ബസ്സിലൊക്കെ തെങ്കാശി വരെ പോയിട്ടുണ്ട്, പക്ഷേ ട്രെയിനിൽ ആദ്യമായിട്ടാണ് വരുന്നത്, തമിഴ്നാട്ടിൽ കയറുന്നത്. ഇപ്പോൾ നമുക്ക് ട്രെയിൻ ഇറങ്ങി പോകുന്നത് നല്ലതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ട്രെയിൻ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭഗവതിപുരം സ്റ്റേഷനിലേക്ക്. ഈ ഇറക്കമെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ട് ഭഗവതിപുരം എന്നൊരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അതിന് ഈ ട്രെയിനിന് അവിടെ സ്റ്റോപ്പില്ല, എന്നാലും അതാണ് തമിഴ്നാട്ടിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഈ റൂട്ടിൽ കേട്ടോ. ഭഗവതിപുരം കഴിഞ്ഞിട്ടാണ് ഈ ട്രെയിൻ സ്റ്റോപ്പുള്ള ചെങ്കോട്ട വരുന്നത്. അവിടെയാണ് ഞാൻ ഇറങ്ങുന്നത്. ട്രെയിൻ ഇപ്പോൾ അങ്ങനെ ഇറക്കമെല്ലാം ഇറങ്ങി ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ സ്പീഡൊക്കെ കുറഞ്ഞ് ഇവിടെ നിർത്താൻ പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രെയിൻ അങ്ങനെ ഇവിടെ നിർത്തി കേട്ടോ. ഇങ്ങ് ദൂരെ കാണുന്ന കാഴ്ച കണ്ടില്ലേ, അവിടെ ദൂരെയായിട്ട് കുറച്ച് മലകളൊക്കെ കാണാം. ആ മലയെല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ട് പുതിയൊരു സ്ഥലത്തോട്ട് വന്ന പോലത്തെ ഒരു ഫീലാണ് ഇവിടെ എത്തുമ്പോഴത്തേക്ക്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. ഇവിടെ ഒരു വലിയ മലയൊക്കെ കാണാം സൈഡിലായിട്ട്.
അപ്പോൾ ട്രെയിൻ ഇതുവരെ ഇവിടുന്ന് എടുത്തിട്ടില്ല, ഇവിടെ നിർത്തിയിട്ടേക്കുവാണ്. കുറച്ചും കൂടെ പോയാൽ തന്നെ ഭഗവതിപുരം സ്റ്റേഷനെത്തും. ഈ സൈഡിലൊക്കെ വലിയ പാടങ്ങളാണ് കേട്ടോ, കണ്ടില്ലേ ഇവിടെ? നല്ല രസമുണ്ട് കാണാൻ. വണ്ടി കുറച്ച് ലേറ്റാണ്, ഒരു 5 മിനിറ്റ് ലേറ്റാണ്. 3 മണിക്കാണ് ചെങ്കോട്ട എത്തേണ്ടത്. ഇപ്പോൾ ഒരു 3:07-നൊക്കെ 3:10-നൊക്കെ എത്തുമെന്നാണ് കാണിക്കുന്നത്. എനിക്ക് തിരിച്ചു വരാനുള്ള ട്രെയിൻ 3:20-നാണ്. എന്തായാലും സ്ഥലമൊക്കെ കാണാൻ കൊള്ളാം. പാടവും അതിൻ്റെ ബാക്കിൽ മലയും അതുപോലെ തന്നെ സൈഡിൽ തെങ്ങും എല്ലാം ഉണ്ട്. തമിഴ്നാട്ടിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായ ഭഗവതിപുരം സ്റ്റേഷൻ അങ്ങനെ സ്കിപ്പ് ചെയ്യുകയാണ്. ട്രെയിൻ ഇതുവരെ സ്പീഡ് എടുത്തിട്ടില്ല, പയ്യാണ് പോകുന്നത്. ഇപ്പോൾ ട്രെയിൻ കുറച്ച് സ്പീഡ് എടുക്കാൻ തുടങ്ങി. ഭഗവതിപുരം സ്റ്റേഷൻ കഴിയാറായി. ഇപ്പോഴാണ് ട്രെയിൻ കുറച്ച് സ്പീഡ് എടുത്തത്. മൂന്ന് 20-നാണ് എനിക്ക് തിരിച്ചു വരാനുള്ള ഗുരുവായൂർ എക്സ്പ്രസ് കേട്ടോ, മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ്. അതിപ്പോഴേ അവിടെ വന്ന് കിടപ്പുണ്ട്. ഇനി പെട്ടെന്ന് ചെങ്കോട്ട പോയി ഇറങ്ങണം, ടിക്കറ്റ് എടുക്കണം, അതിൽ കയറണം. അതാണ് പെട്ടെന്നെല്ലാം ചെയ്യണം. ട്രെയിൻ 3:10 ആകുമ്പോൾ എത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, ടിക്കറ്റ് എടുക്കാനുള്ള സമയമൊക്കെ കിട്ടും. ട്രെയിൻ അങ്ങനെ ചെങ്കോട്ടൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തിരിച്ചു പോകാൻ ട്രെയിൻ കൊണ്ട് അവിടെ കിടപ്പുണ്ട്, ദൂരെ കാണാൻ പറ്റും. പുതികൈ എക്സ്പ്രസ് ആണ് കേട്ടോ കിടക്കുന്നത്. ചെങ്കോട്ടൈ ചെന്നൈ എഗ്മോർ പുതികൈ സൂപ്പർ ഫാസ്റ്റ്, അതിൻ്റെ റേക്കാണ് ഇവിടെ കിടക്കുന്നത്. ചെങ്കോട്ടയിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വന്നത്. ചെങ്കോട്ടയിൽ നിന്ന് താമ്പരത്തിലോട്ട് പോകുന്നൊരു ട്രെയിനാണ് കേട്ടോ, പ്ലാറ്റ്ഫോം നമ്പർ 3 കിടക്കുന്നത്. മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് ഇവിടെ റെഡി ആയിട്ട് കിടക്കുവാണ്. ബാക്കിൽ മറ്റേ വേറെ ലോക്കമൊക്കെ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. ഞാൻ ടിക്കറ്റൊക്കെ എടുത്തു. ഇതാണ് 2 ട്രെയിനും, ഞാൻ വന്ന ട്രെയിനും പോകാനുള്ള ട്രെയിനും ഇവിടെ കിടപ്പുണ്ട്. ഞാൻ ചെങ്കോട്ടയിലെ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2 ട്രെയിനും ഇവിടെ തന്നെ ഉണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ ഉണ്ട് ട്രെയിൻ എടുക്കാൻ, എന്തായാലും കാര്യമായി. 3 മണിക്ക് ഇവിടെ എത്തേണ്ട ട്രെയിൻ 3:07 3:10 ആയപ്പോഴാണ് എത്തിയത്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയെങ്കിലും കുഴപ്പമില്ല. ആങ്കറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. AC-യും സ്ലീപ്പറും ഒക്കെ പുറകിലായിട്ടാണ് വരുന്നത് ഈ ട്രെയിനിൻ്റെ. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എവിടെയാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ സംഭവങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നത്. അതുകൊണ്ട് സ്റ്റേഷനിലെ കൂടുതലൊന്നും കാണിക്കാൻ പറ്റിയില്ല. ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് വളരെ നല്ലൊരു ട്രെയിൻ തന്നെയാണ് കേട്ടോ, ഈ റൂട്ടിൽ വരാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് വരുന്നൊരു ട്രെയിനാണ് ഗുരുവായൂർ മധുരൈ കഴിയും. നമ്മൾ വന്ന കൊല്ലം ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് അങ്ങനെ ചെങ്കോട്ടൈ സ്റ്റേഷനിൽ നിന്നും എടുക്കുകയാണ്. ഇതിന് പുനലൂരിൽ നിന്ന് കൊടുത്ത ബാക്കിൽ കൊടുത്ത ലോക്കമൊക്കെ ഇവിടുന്ന് അവർ മാറ്റിയിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പ് തെങ്കാശിയാണ്. അതുപോലെ 9:15 രാത്രിയിൽ തിരുച്ചിറപ്പള്ളിയിലെത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിൻ ചെന്നൈ എഗ്മോർ എത്തുന്നത് അടുത്ത ദിവസം വെളുപ്പിനെ 3:05-നാണ്. ഈ വീഡിയോ ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.